ജപ്പാനിലെ ഹിമേജി കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാസിൽ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് JR റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഫ്രണ്ടിലോട്ട് നടന്നു വരുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് കാസിലാട്ടോ. നൈറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. പോകുന്ന വഴിക്കൊക്കെ LED ഇട്ട് വെച്ചിരിക്കുകയാണ് മരങ്ങളിലൂടെ എല്ലാം. ഹിമേജി കാസിലിന് വൈറ്റ് കാസിൽ എന്നൊരു പേരും കൂടിയുണ്ട്. കാരണം അതിൻ്റെ കളർ കൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറിലാണ് കാസിൽ ഫുൾ ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ നേരെ നോക്കിയാൽ കാണുന്നതാണ് കാസിൽ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഇലുമിനേഷൻ ഇവന്റ് നടക്കുന്നുണ്ട്. 500 yen ആയിരുന്നു ഒരാൾക്ക് ടിക്കറ്റിന്റെ ഫീസ്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. ഇത് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഡേ ടൈമിൽ കാസിലിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് LED ഇലുമിനേഷൻ ഇവന്റ് ആണ്. 5:30ക്കാണ് ഇലുമിനേഷൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇവിടെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് 5:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട് ജപ്പാനിൽ. ഈ കാസലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരിക്കലും ഭൂമികുലുക്കത്തിൽ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയേ അല്ലെങ്കിൽ കത്തിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജപ്പാനിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കത്തിപ്പോയിട്ടുണ്ടായിരിക്കും, പിന്നെ അത് റിനോവേറ്റ് ചെയ്തതായിരിക്കും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കാസലിന് ഒരിക്കലും ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടിലൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ക്യൂലാണ്. ഈ ടെമ്പിളിന് താഴെ ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കാണുന്ന രീതിക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. 500 yen അത്ര നല്ല ഇലുമിനേഷൻ ഇവന്റ് ഒന്നും ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു LED ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അത്ര വലിയ ഫങ്ഷൻസോ കാര്യങ്ങളോ വേറെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇതായിരുന്നു മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വെള്ളത്തിലോട്ട് ഈ കാസിലിന് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന രീതിക്ക് വെള്ളം അറേഞ്ച് ചെയ്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. കാസിലിൻ്റെ ഓപ്പണിംഗ് ടൈമും അതുപോലെ തന്നെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ വന്ന് കാസിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ കുറച്ച് റിനോവേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ വട്ടത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4-5 ഡിസ്പ്ലേസ് ഉണ്ട്. അതിനകത്തോടെ ഇങ്ങനെ 2 ഡിസൈനേ ഉള്ളൂ. ഒന്ന് ഇങ്ങനെ മീൻ പോകുന്നതും പിന്നെ അത് പൂക്കളായിട്ട് ഇങ്ങനെ വരുന്നതും. ചെറിയ കുട്ടികളൊക്കെ അത് മീനാണെന്ന് വിചാരിച്ചതിനകത്ത് ചവിട്ടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. ഒരു 5-6 റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നുള്ളത് നിഴലിൻ്റെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ കണ്ടില്ലേ, ഇവിടെ ഒരു സെക്യൂരിറ്റി സ്ക്രീൻ ഉണ്ട്. അവർ നമുക്ക് ഫോട്ടോ എടുത്തരും. നമ്മുടെ ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിൽക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ബോർഡിൽ ഇങ്ങനെ ഡിസൈൻ വന്നുകൊണ്ടിരിക്കും. ആൾട്ടർനേറ്റീവ് ആയിട്ടാട്ടോ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഡിസൈൻ തന്നെ കിട്ടിക്കോണം എന്നില്ല. എനിക്ക് ഈ ഡിസൈനിൽ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ജാപ്പനീസുകാർ നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വന്നത്. പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടായില്ല അത്. ട്രെയിൻ ഇറങ്ങി കാസിൽ പോകുന്ന വഴിക്കൊക്കെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ. ഇടവിട്ട് കുറേ പ്രതിമകളുണ്ട്. ഇതിനെന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ പുറകിലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരുപാട് പ്രതിമകളുണ്ട്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാസിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ നേരത്തെ കാസിൽ കാണാൻ പോയപ്പോൾ അതിനകത്തുള്ള കുറച്ച് ഫോട്ടോസും കാസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഈ കാണിക്കുന്നത്.